ചെയ്തുകൂടെ? ഞാൻ ഇടനിലക്കാരിൽ കൂടാണ് എന്റെ കയ്യിൽ സാധനം എത്തുന്നത്. സൂററ്റിലോ കൊൽക്കട്ടയിലോ എവിടെയെങ്കിലും ഒക്കെ ആയിക്കോട്ടെ. അതെന്തിനാ നിങ്ങൾ അതിനെ കുറിച്ച് ബോധേടാവുന്നേ? എവിടെയെങ്കിലും ഒക്കെ ഉള്ള യൂണിറ്റുകളിൽ നിന്ന് എനിക്ക് സാധനം അവരുടെ ഒരു മാർജിൻ ഇട്ടിട്ട് പാഴ്സൽ സർവീസും ടാക്സും സകലതും കഴിഞ്ഞ് എന്റെ പിള്ളേരുടെ കമ്മീഷനും കഴിഞ്ഞ് എന്റെ മറ്റ് എക്സ്പെൻസുകളും കഴിഞ്ഞ് എന്റെ കയ്യിൽ എത്തിയിട്ട് അതിനാണ് ഞാനൊരു കൊച്ചു പ്രോഫിറ്റ് ഇട്ട് ഞാൻ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഇവർക്ക് ഇതൊന്നും വേണ്ടല്ലോ. ഇവര് തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നു. ഇവരിന്നാ ഹാൻഡ് വർക്ക് ഇന്ന് ഞങ്ങൾ കൊണ്ടുവരുന്നു 299 രൂപയ്ക്ക്. ഇന്നാ എടുത്തോളൂ, ഞാൻ ഉണ്ടാക്കിയ സാധനമാണ്, എന്റെ സ്വന്തം സാധനമാണ്, പിന്നെ ഞാൻ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് തരുന്നു, കൊടുക്ക്. ഞാൻ നിങ്ങൾക്ക് 200 രൂപയ്ക്ക് തരുന്നു, കൊടുക്ക്. നിങ്ങളുടെ നല്ല മനസ്സ്. എന്താ ഈ മനസ്സൊന്നും ഇല്ലേ ആർക്കും? കൊടുക്കുന്നവര് ഈ സാധനം 250 രൂപയ്ക്ക് കിട്ടുന്നതാണ്. വലിയ ഇരി വന്ന് പറയുന്നത് 250 രൂപയ്ക്ക് കിട്ടുന്നതാണ്. 250 കിട്ടുന്നതാണ് എനിക്ക് ഇടനിലക്കാരി കൂടാണ് കിട്ടുന്നത്. ഇതെന്റെ ഓൺ പ്രൊഡക്ഷൻ അല്ല. അപ്പൊ എന്റെ ഈ മാനുഫാക്ചറിങ് ചെയ്ത ആൾ അവരുടെ പ്രോഫിറ്റ് ഇട്ടിട്ടല്ലേ എന്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ ഈ സ്വന്തമായി ഉണ്ടാക്കുന്ന ആക്കിയതങ്ങ് 250 അങ്ങ് കൊടുത്തുകൂടെ? അതല്ലേ അവരുടെ മാതൃക? സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ കാണിക്കേണ്ട മാതൃക, കസ്റ്റമേഴ്സിനോട് നിങ്ങൾ കാണിക്കേണ്ട നീതി അതല്ലേ? അല്ലാതെ കൊടുക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ ക്രൂശിക്കുന്നതാണോ ഒരു വ്യക്തിയുടെ ഇതെന്ന് പറയുന്നത്? ഒരു മാധ്യമത്തിന്റെ മുന്നിൽ വന്നിരുന്ന, അല്ലെങ്കിൽ ഒരു മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് നമുക്ക് എന്തും വിളിച്ചു പറയാം. പക്ഷെ അതിനകത്തിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ്, ഒരു 3 മീറ്റർ ക്ലോത്ത്, അതിന്റെ ലൈനിങ്, അതിന്റെ ഹാൻഡ് വർക്ക്, ഈ ഹാൻഡ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവർക്ക് മണിക്കൂറിനാണ് റേറ്റ് കൊടുക്കേണ്ടത്. ഈ എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് ഈ പ്രോഡക്റ്റ് ചിലപ്പോൾ 400-നോ 450-നോ കിട്ടുന്നത്. ഞാൻ അതിൽ എന്റെ പ്രോഫിറ്റും ബാക്കി കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാനൊരു ചെറിയ മാർജിൻ ഇട്ടിട്ടാണ് ഞാൻ ഈ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഈ സ്വന്തമായി ഉണ്ടാക്കുന്നവർക്ക് ഈ 400 രൂപയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അവർക്കൊന്നും കൊടുത്തുകൂടായോ 499? അതായത് നഷ്ട സഹിച്ച് അവർ 399 കൊടുക്കട്ടെ. അപ്പൊ ഈ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നവർക്ക് ചിന്തിക്കാം. ഒരു ഹാൻഡ് വർക്ക് കൊണ്ടുപോയി കസ്റ്റമൈസ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് അവർ മേടിക്കുന്നത്? അവര് തന്നെ പറയും ഈ വർക്ക് ചെയ്യുന്ന ആ വർക്കേഴ്സിന് മണിക്കൂറുകൾക്കാണ് സാലറി കൊടുക്കുന്നത്. അപ്പൊ അതിന് ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും അതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടല്. ഒരാൾ എവിടെങ്കിലും വന്ന് ഇത് 250 കിട്ടും 200-ന് കിട്ടും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് പച്ചവെള്ളം പോലെ വിഴുങ്ങുന്ന മനുഷ്യരല്ല ഇന്ന് കേരളത്തിലുള്ളത്. അത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നു ഇവരെല്ലാം അങ്ങ് വിശ്വസിക്കുന്നു. അത് ഒരു സ്ഥാപനം നടത്തുന്നവർക്ക് കസ്റ്റമേഴ്സിന് അവർ എന്റെ അടുത്ത് നിന്ന് മാത്രമല്ല സാധനം മേടിക്കുന്നത്, അവര് പല സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അവർക്ക് എവിടെയും അറിയാം ഞങ്ങൾ ഇന്നടുത്ത് പോയി കൊടുത്ത സാധനവും ഒലിവിയെന്ന് മേടിച്ച ടോപ്പും കൂടെ കസ്റ്റമറുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അവരത് കമ്പയർ ചെയ്യും. അപ്പം ഇപ്പൊ ഞാൻ പറയാണ് എന്റെ പ്രോഡക്റ്റിന് ഭയങ്കര മഹത്വമാണ്, വേറൊരാള് പറയാൻ മഹത്വമാണ്. പക്ഷെ ഈ രണ്ടിടത്തുനിന്നും എടുക്കുന്ന കസ്റ്റമറുടെ കയ്യിലാണ് ഈ സെയിം പ്രോഡക്റ്റ് ഇരിക്കുന്നത്. അവർക്ക് മനസ്സിലാവും ഈ ഡിഫറൻസ് എന്താണ്, ഹാൻഡ് വർക്കിന് എന്താ പ്രത്യേകത, അല്ലെങ്കിൽ മെറ്റീരിയലിന് എന്താ പ്രത്യേകത, അല്ലെങ്കിൽ ഡിഫറൻസ് എന്താണ് എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ അവർക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും ഞങ്ങൾ അത്രയും ധൈര്യത്തോടെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതും ഞങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ടാണ്. അവർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അതേപോലത്തെ പ്രോഡക്ട്സ് ആണ്. 75% കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും 25% എവിടെയെന്ന്? ഞങ്ങൾ വെബ്സൈറ്റ് ത്രൂ അല്ല, ഞങ്ങളുടെ സ്റ്റാഫുകളിൽ കൂടെ. ഈ സ്റ്റാഫുകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, ഞാനിത് അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അവര് എക്സൽ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഡബിൾ എക്സൽ കൊടുത്ത് കസ്റ്റമറിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കാം. അവരെന്തെങ്കിലും ചെക്ക് ചെയ്യാതെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. എനിക്കതിൽ 100% ഞാൻ ഓക്കെ ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. തെറ്റുകൾ ഉണ്ടെങ്കിൽ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും നമുക്ക് തെറ്റ് പറ്റി എന്ന് കോൺഫിഡൻസോടെ പറയാനുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിലാണ് നമ്മൾ എവിടെയും മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ സ്റ്റാഫുകളെ വെച്ച് ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വെബ്സൈറ്റ്, നിങ്ങൾ എല്ലാവരും വിചാരിക്കും നമ്മൾ എന്താണ് കുറെ ദിവസങ്ങളായിട്ട് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഞാൻ ക്രൂശിക്കപ്പെടുന്നതിന്റെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം തന്നെ സ്റ്റാഫുകളായി കാണാത്തതിന്റെ പേരിലാണ്. അപ്പൊ എനിക്ക് ഒത്തിരി വിഷമമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെയ്തിട്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒരിതുണ്ടാവുക. ഈ പറയുന്നവരൊക്കെ തന്നെ അവരുടെ സ്റ്റാഫുകളെ ഒരു കൈ അകലത്തിൽ, അല്ലെങ്കിൽ സ്റ്റാഫുകൾ പോലും ഇല്ലാത്തവരൊക്കെയാണ് ഈ വന്നിരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും. നമ്മുടെ ഈ ഒരു വീട്ടില് നമ്മൾ അവരെ ചേർത്ത് നിർത്തി പിന്നെ മാർക്കറ്റിംഗ് ആണ് പറഞ്ഞത്. നിങ്ങൾ ഇന്ന് ഫേമസ് ആയിട്ടുള്ള
പല സ്ഥാപനങ്ങളുടെയും റീലുകൾ എടുത്ത് നോക്കിയേ. തുണിയുമായിട്ട് വിടുക പെൺപിള്ളാരെ റോഡിലേക്ക്, തുണിയുമായിട്ട് വിടുക ഷോപ്പിന്റെ ഫ്രണ്ടിലേക്ക്, എന്നിട്ട് ഷോപ്പിൽ കിടന്നങ്ങ് മാക്സിമം ഈ പിള്ളേരെ ഡ്രസ്സ് ഇട്ടങ്ങ് വീഡിയോസ് ചെയ്യിപ്പിക്കുക. നിങ്ങൾ ഒലീവിയയുടെ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കിക്കേ. ഈ ഞാനല്ലാതെ എന്റെ യൂട്യൂബിൽ എനിക്ക് ഇത്രയും സ്റ്റാഫുകൾ ഉണ്ടായിട്ട് പോലും ഞാൻ ഒരാളെ കൊണ്ട് പനിയാണെങ്കിൽ പോലും ഞാനാണ് വീഡിയോ ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഇവരെ പഠിപ്പിച്ച് ഇഞ്ചക്ഷൻ കുത്തിവെച്ച് ഇവരെ അങ്ങ് ഇതാക്കിയിട്ട് ഇപ്പൊ നീ വീഡിയോ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ അതല്ലേ മാർക്കറ്റിംഗ്. എന്റെ സ്റ്റാഫുകളെ ഡ്രസ്സ് ഇടിപ്പിച്ച് ഒലീവിക്ക് പബ്ലിസിറ്റി കൊടുക്കുന്നതിന് മാർക്കറ്റിംഗ്. ഈ ഫുഡ് കഴിക്കുന്നതും ചായ കുടിക്കുന്നതും ഇവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നതും കൊണ്ട് എന്താ ഒലീവിയുടെ കസ്റ്റമേഴ്സ് അത് കണ്ടിട്ട് എടുക്കുവോ? നിങ്ങൾ എന്തായി വിചാരിക്കുന്നത്? എനിക്ക് അറിയത്തില്ല. എനിക്ക് നേരെ കുറെ വീഡിയോസുകൾ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിവരവും ബോധവും ഇല്ലാത്തവരാണല്ലോ ദൈവമേ ഈ വീഡിയോ ചെയ്യുന്നതെന്ന്. കാരണം എന്തുവാ, അവർക്ക് മാർക്കറ്റിങ്ങിനാണ്. ഞാൻ ഇരുന്ന് KFC കഴിക്കുന്നതോ ഞങ്ങൾ ചായ കുടിക്കുന്നതോ കണ്ടിട്ട് ഒലീവിയയുടെ കസ്റ്റമേഴ്സ് എല്ലാം ഇങ്ങനെ വീഡിയോ കാണുന്നവരെല്ലാം പറയാം ഇനി നമുക്ക് ഒലീവിയുടെ തുണി എടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ അവിടെ എല്ലാവരോടും ചായ കുടിക്കുന്നുണ്ട്, അവരെല്ലാവരോടും ഡാൻസ് കളിക്കുന്നുണ്ട്. എന്താ ഇത്? എനിക്ക് അവരോട് ചോദിക്കാണ്, എന്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ, മാർക്കറ്റിംഗ് ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ആ ബോധ്യത്തോടാണെന്ന് അല്ലാതെ ഒരു മൂട്ടക്കട എടുത്ത് വെച്ചിട്ട് അതിനകത്ത് 4 കമ്പിയും തൂക്കി ഇട്ടിട്ട് 4 ടോപ്പും കാണിച്ചു വെച്ചിട്ടല്ല ഒലീവിയ ബിസിനസ് ചെയ്യുന്നത്. 10-19 വർഷമായിട്ട് ഒലീവിയക്ക് ഒരു ബിസിനസ് പാരമ്പര്യമുണ്ട്. മാവേലിക്കരയിലും പത്തനംതിട്ടയിലും ഒക്കെ നല്ല സക്സസ് ആയ ബിസിനസ് പോയിക്കൊണ്ട് ഇന്നും ഞങ്ങളോട് കേരളത്തിൽ എവിടേക്കാ ബ്രാഞ്ച് ഇടാൻ പറയുന്നതെന്ന് ഞങ്ങളുടെ മെസ്സഞ്ചർ നോക്കി അറിയാൻ പറ്റും. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥാപനം ഈ ഓൺലൈൻ തുടങ്ങിയപ്പം ഇതെല്ലാം കൂടെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വയ്യ. അതിന്റെ പേരിലാണ് ഞങ്ങൾ ക്ലോസ് ചെയ്തത്. ഞങ്ങൾക്ക് ഈ ഓൺലൈൻ നല്ല സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അടൂര് ഷോപ്പുണ്ട്. അപ്പൊ പിന്നെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ട്രാവലിങ്ങും എല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ട് ക്ലോസ് ചെയ്തതാണ്. അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് 4 തുണി തൂക്കിയിട്ടേക്കുമല്ല എന്റെ ഷോപ്പില്. അതേപോലെ തന്നെ ഞാൻ ഓൺലൈൻ ചെയ്യുന്നത് 4 ടോപ്പ് കൊണ്ട് വെച്ചിട്ടല്ല, കൃത്യമായി കാണിച്ചിട്ടാണ്. അപ്പൊ ആ ഒരു മാർക്കറ്റിംഗ് ഞങ്ങൾ ആ ഒരു കോൺഫിഡൻസോടെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ. ഞങ്ങൾ കൊടുത്തിട്ടുള്ള പ്രോഡക്ട്സിന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. 10 പേര് എവിടെയെങ്കിലും ഒക്കെ കിടന്ന് കുരച്ചാൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആരും ഓടിപ്പോകത്തില്ല. ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് ആ വിശ്വാസമുണ്ട്. അപ്പൊ വെബ്സൈറ്റിലോട്ട് കയറാത്തത് എന്താണ്? ഞാൻ ഈ മനുഷ്യത്വം കാണിച്ചതിന്റെ പേരിലാണല്ലോ ക്രൂശിക്കപ്പെട്ടത്. ഇന്ന് ഒരുപാട് കമന്റ് വന്നിരിക്കുന്നതിനകത്ത് പറയുന്നുണ്ട്, അച്ചു നീ ഇതൊന്നും കണ്ട് തളരേണ്ട ആവശ്യമില്ല. രാവിലെ ഇറങ്ങിപ്പോയി ഓണർമാരുടെ വായിലെ ചീത്തവിളിയും കേട്ടിട്ട് രാവിലെ തൊട്ട് നിന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോ പോലും കുടിച്ചോ എന്ന് പോലും വന്ന് ചോദിക്കാത്ത ഓണർമാരുള്ള ഈ ഒരു നാട്ടിൽ നീ ഇനി മാർക്കറ്റിങ്ങിനായാലും നിന്റെ സ്റ്റാഫുകളെ നീ കെട്ടിപ്പിടിച്ചല്ലോ, ചേർത്ത് വെച്ചല്ലോ. ഒരാളുടെ തോളത്ത് കൈയിടണമെങ്കിൽ അവർക്ക് മനസ്സിനകത്തൊരു എന്തെങ്കിലും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ ഒരാൾക്ക് വേണ്ടി എന്നും നമുക്ക് തോളത്ത് കൈയിടാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ നീ ക്രൂശിക്കപ്പെടുമ്പോ എനിക്ക് നാളെ വന്നിട്ട് ഈ കുട്ടികളോട് പറയാൻ പറ്റുമോ, നിങ്ങൾ എല്ലാരും പോ, എനിക്കിനി വെബ്സൈറ്റിലേക്ക് ആക്കുകയാണ്, നിങ്ങൾക്ക് ജോലി തരാൻ. അത്ര മനുഷ്യത്വം ഇല്ലാത്തവരല്ലല്ലോ ഞങ്ങൾ. ഈ കുറെ ആൾക്കാർ കടന്ന് പറയുന്നുണ്ട്, ഇവിടെ ഈ സ്റ്റാഫുകളെ സോപ്പിടുന്നത് ഇവക്ക് ബിസിനസിന് വേണ്ടിയിട്ടാണ്. ഞാൻ കൊടുക്കുന്നത് 1000-നും 1500-നും അല്ല മക്കളെ. നമ്മുടെ കസ്റ്റമേഴ്സ് വരും, ഇന്ന് ഞാൻ ജ്യൂസ് മേടിച്ചു തരാം, ഇന്ന് ഞാൻ ഷേക്ക് മേടിച്ചു തരാം. നമ്മുടെ കസ്റ്റമറിനെ എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങൾ അങ്ങോട്ട് മാക്സിമം ഫോഴ്സ് ചെയ്ത് ഈ പ്രോഡക്റ്റ് ഒന്ന് എടുപ്പിക്കണേ, അച്ഛനമ്മ ഇത്രയും പ്രോഫിറ്റ് മേടിച്ചു തരണേ എന്നും പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ ഇവിടെ വെക്കുന്നത്. ഞാനിത് 499 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, 399 രൂപയ്ക്കാണ് ഒന്നാന്തര ഐറ്റംസ് കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് ഇവരെ സോപ്പിട്ടിട്ട് ഏത് വ്യക്തികളുടെ കുറെ കോവർ കഴുതുകൾ കിടന്ന് കുരയ്ക്കുന്നുണ്ട്, ഏത് വ്യക്തികളുടെ പിന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് എനിക്ക് എടുപ്പിച്ചിട്ട് വേണം എന്റെ സാധനം വിറ്റുവാൻ, കിട്ടുന്നില്ലെന്നാ പറയുന്നത്. എന്തായാലും ഈ ടേബിൾ തൊട്ട് അങ്ങേ അറ്റം വരെ ഞാൻ പ്രോഡക്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് തീരാൻ എനിക്ക് എന്തായാലും കസ്റ്റമറിനോട് വീഡിയോക്കകത്ത് ഞാൻ വേണേ വന്ന് ഷോ കാണിക്കാം എന്റെ പ്രോഡക്റ്റ് കഴിഞ്ഞു എന്ന്. പക്ഷെ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്യാൻ വരുമ്പം പ്രോഡക്റ്റ് തീർന്നു എന്ന് പറയുന്നത് എന്തായാലും ഷോ കാണിക്കാനുള്ള വിഡ്ഢിയല്ലല്ലോ ഞാൻ. ഇവിടെ നിന്ന് അവിടെ വരെ സാധനം കൊണ്ടുവച്ചിട്ട് തീർന്നേ എന്ന് പറഞ്ഞ് കള്ളത്തരം കാണിക്കാൻ. ഒരു വീഡിയോ അല്ല, 1, 2, 3, 4 വീഡിയോസ് ഇട്ടാലും എന്റെ പ്രോഡക്റ്റ് ചൂടപ്പം പോലെ പോവുക. അപ്പൊ പിന്നെ എന്തിനാണ് ഈ സ്റ്റാഫുകളുടെ കെട്ടിപ്പിടിച്ചും അവരുടെ ഷോ കാണിച്ചിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? നിങ്ങൾ കോവർ കഴുതകൾക്കാട്ടി കഷ്ടമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു സ്ഥാപനത്തിന് നേരെ ഒരു ആരോപണം വരുമ്പോ ഒരു വിവരവും ബുദ്ധിയും വിദ്യാഭ്യാസവും ഇല്ലാത്ത രീതിയിൽ സകല കാര്യങ്ങളും കൂടെ അവിടെ നിന്നും ഇവിടെ നിന്നും മറ്റിടത്തുനിന്നും മറിച്ചിടത്തുനിന്നും എല്ലാം കൂടെ അങ്ങോട്ട് എടുത്തോണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് കുറെ അങ്ങും ഇല്ലാത്ത കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ പോലും അവരുടെ പെർമിഷൻ ഇല്ലാതെ തമ്മിൽ പോലും ഇടാൻ പറ്റാത്ത അത്
അതുപോലും അറിഞ്ഞില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മാവേലിക്കര നിൽക്കുന്ന സമയത്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ വരെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് തമ്മനയിൽ ഉണ്ടാക്കിയിട്ടിട്ട് ക്യാപ്ഷനുമായിട്ട് ഇട്ടിരിക്കുന്നത്. എന്താ ഏതാവുന്ന ഒരു യൂട്യൂബ് വ്യൂസിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ ഹാർഡ് വർക്കിനെ വിറ്റ് ജീവിക്കുന്ന കുറെ കോവർ കഴുതകൾ. കാരണം അവരുടെ ആ ഒരു ബിസിനസിനെ വിറ്റ് ജീവിക്കണം. കാരണം ഒരാഴ്ച കൊണ്ട് കുറെ എണ്ണത്തിന് കുറെ കണ്ടന്റ് കിട്ടി. 4 വീസിലും 3 വീസിലും 10 വീസിലും ഒക്കെ കിടക്കുന്ന ഞങ്ങളുടെ